നിമിഷപ്രിയയുടെ അഭിഭാഷകൻ കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ നമുക്കൊപ്പം തത്സമയം ചേരുകയാണ്. ശ്രീ സുഭാഷ് ചന്ദ്രൻ, വളരെ നിർണായകമായ ആശ്വാസകരമായ ഒരു വാർത്ത ഇപ്പോൾ പുറത്തു വരികയാണ്. എങ്ങനെയാണ് ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത്? സ്വാഭാവികമായും ഈ ദയാധന ചർച്ചകൾക്കായി കൂടുതൽ സമയം ആവശ്യമാണ്. അതിൽ കൂടുതൽ ചർച്ചകൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പക്ഷെ അതേസമയം നാളെ വധശിക്ഷ എന്നുള്ള തീയതി നിശ്ചയിച്ചിരിക്കുന്നതിനാൽ വധശിക്ഷ നിർത്തിവെക്കണമെന്നുള്ള ആവശ്യമാണ് ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെയുള്ള ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ആളുകളോട് അഭ്യർത്ഥിച്ചിരുന്നത്. അതിന്റെ ഭാഗമായുള്ള ഒരു നടപടി എന്ന രീതിയിലാണ് ഇപ്പോൾ താൽക്കാലികമായി ഈ വധശിക്ഷ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു തീരുമാനം, ഒരു ആശ്വാസകരമായ തീരുമാനം വരുന്നത്. ഇനിയും കൂടുതൽ ദയാധന ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജലാലിന്റെ കുടുംബം ഉൾപ്പെടെയുള്ളവരെ ചർച്ചകളുടെ ഭാഗമായി ഈ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട്, നിമിഷയ്ക്ക് പൂർണ്ണമായ മോചനം ലഭ്യമാക്കുന്നതിന് വേണ്ടി. പക്ഷെ താൽക്കാലികമായി ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഏറ്റവും വലിയ വെല്ലുവിളിയായി നിന്നിരുന്നത് നാളത്തെ വധശിക്ഷ എന്നുള്ള പ്രധാനപ്പെട്ട ഇഷ്യൂ തന്നെയായിരുന്നു. അതിലാണ് ഇപ്പോൾ ഒരു ആശ്വാസകരമായ രീതിയിലുള്ള റിപ്പോർട്ടുകൾ വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ, ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വളരെ ഇമ്മീഡിയറ്റ് ആയി ചെയ്യേണ്ട കാര്യം നമുക്കിപ്പോൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചിരിക്കുന്നു. വധശിക്ഷ നാളെ ഇമ്മീഡിയറ്റ് ആയി നടപ്പാക്കുമെന്ന് തീരുമാനിച്ചിരുന്ന വധശിക്ഷ മരവിപ്പിച്ചിരിക്കുകയാണ്. ഇനി അങ്ങോട്ടുള്ള ചർച്ചകൾ ഏത് വിധത്തിലായിരിക്കും അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രൻ? സ്വാഭാവികമായും നമുക്ക് ഒരു ആശ്വാസകരമായ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സമയം ലഭിച്ചിരിക്കുകയാണ്. ഈ കൂടുതൽ ആ സമയം എടുത്തുകൊണ്ട് നമുക്ക് സാധ്യമായ എല്ലാ മേഖലകളിലൂടെയും ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോയി ഈ നിമിഷപ്രിയ ആക്ഷൻ കൗൺസിലിന്റെയും അതോടൊപ്പം തന്നെ ഇതുമായി സഹകരിച്ച എല്ലാവരുടെയും പിന്തുണയോടുകൂടി, പ്രത്യേകിച്ച് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ പ്രവർത്തനങ്ങൾ എടുത്തു പറയേണ്ടതാണ്. ഇത്തരത്തിൽ എല്ലാവരുടെയും സഹകരണത്തോടുകൂടി ഈ ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോവുകയും നിമിഷപ്രിയ മോചിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്യും. ഓക്കെ, ആ വിധത്തിലായിരിക്കും ചർച്ചകൾ നടക്കുക. ഇനിയിപ്പോൾ അത് അവിടെ അവരുടെ കുടുംബവുമായിട്ടുൾപ്പെടെയാണല്ലോ ചർച്ചകൾ നടത്തേണ്ടത്. അപ്പോൾ അത് ഏത് വിധത്തിലായിരിക്കും? അത് ദയാധനം സ്വീകരിക്കുന്നതിന് അവർ തയ്യാറാണോ? അങ്ങനെ എന്തെങ്കിലും സംഭാഷണങ്ങൾ ഉണ്ടായിട്ടുണ്ടോ സുഭാഷ് ചന്ദ്രൻ? ഓക്കെ, അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്രനാണ് സുപ്രീം കോടതി അഭിഭാഷകൻ, നിമിഷപ്രിയയുടെ അഭിഭാഷകനാണ് ടെലിഫോൺ ലൈനിൽ നമുക്കൊപ്പം ചേർന്നത്. അനൽക സെയ്ദ് നമുക്കൊപ്പം തുടരുന്നുണ്ട്. അനൽക, ആദ്യമായി നമ്മളാണ്, ഇതൊരു നാഷണൽ ബ്രേക്കാണ് നമ്മളെ സംബന്ധിച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ്. ഇന്ത്യൻ എംബസി ഉൾപ്പെടെ ഇടപെടുകയും പ്രധാനമന്ത്രി തലത്തിൽ ഉൾപ്പെടെ ഇടപെടുകയും ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ ചാണ്ടി ഉമ്മൻ MLA നമുക്കൊപ്പം ചേരുകയാണ്. ശ്രീ ചാണ്ടി ഉമ്മൻ, ഇപ്പോൾ നിമിഷപ്രിയയുടെ വധശിക്ഷ നാളെ നടപ്പാക്കാനിരുന്ന വധശിക്ഷ മരവിപ്പിക്കുമെന്ന വാർത്തയാണ് ന്യൂസ് മലയാളം ഈ ഘട്ടത്തിൽ ബ്രേക്ക് ചെയ്യുന്നത്. തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പ്രതീക്ഷ വെക്കാം. ആ ഒരു ന്യൂസ് അവിടുന്ന് ഒഫീഷ്യലി ലഭിക്കട്ടെ എന്നുള്ളതാണ് നമ്മളെല്ലാം പ്രാർത്ഥന. തീർച്ചയായിട്ടും അതിന്റെ ഡീറ്റെയിൽസ് വരെ വരാൻ നമ്മൾ കാത്തിരിക്കുകയാണല്ലോ. അത് വരട്ടെ, എന്തായാലും അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം. ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങയുടെ പിതാവ് ശ്രീ ഉമ്മൻചാണ്ടി വളരെ അവസാന കാലഘട്ടങ്ങളിൽ പോലും നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായിരുന്ന കാലഘട്ടത്തിൽ എന്നുള്ളത് മലയാളികൾക്ക് അറിയാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു തീരുമാനം, ഉത്തരവ് വന്നതിന് ശേഷം ദയാധനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അങ്ങയുടെ ഉൾപ്പെടെ സജീവമായ ഇടപെടൽ ഉണ്ടായിരിക്കുമല്ലോ അല്ലേ? നമ്മള് ഇത് തുടക്കം മുതൽ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് എൻ്റെ പിതാവിന്റെ മരണശേഷം അത് പ്രത്യേകം ആയി നമ്മൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 1.5 വർഷക്കാലം പ്രത്യേകിച്ച് വിവിധ തലത്തിലുള്ള ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്ക് അത് എല്ലാ ശ്രമങ്ങളും നടത്താം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ശ്രീ ചാണ്ടി ഉമ്മൻ, അങ്ങനെയെങ്കിൽ ആ ഇടപെടൽ നടത്തുമ്പോൾ അതൊരു ദയാധനം സ്വീകരിക്കുന്ന ഘട്ടത്തിലേക്ക് അവരുടെ കുടുംബം എത്തിച്ചേരുകയാണെങ്കിൽ അതൊരു ക്രൗഡ് ഫണ്ടിങ്ങിന് ഉൾപ്പെടെ സ്വാഭാവികമായും അങ്ങ് ഉൾപ്പെടെ നേതൃത്വം നൽകുമല്ലോ അല്ലേ? നമുക്കത് എന്താണെന്നുള്ളത് അതിന്റെ തീരുമാനം എന്താണെന്ന് അറിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എത്താം. ശ്രീ ചാണ്ടി, ഒരു കാര്യം കൂടി, ഇപ്പോൾ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരുടെ നേതൃത്വത്തിലാണ് ഈ ചർച്ചകൾ നടത്തുകയും വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്താനിരുന്ന വധശിക്ഷ മരവിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിൽ എത്തുകയും ചെയ്തത്. ഇന്ന് രാത്രിയോടുകൂടി ആ ഉത്തരവ് പുറത്തിറങ്ങുകയും ചെയ്യും. അങ്ങ് കാന്തപുരവുമായി ബന്ധപ്പെടുന്നുണ്ടോ? തീർച്ചയായിട്ടും ഞാൻ ഇത് വന്നപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് അതിന് ഗവർണർ ശ്രീ രാജേന്ദ്ര അർലേക്കറെയാണ്. അദ്ദേഹത്തിനെ കൊണ്ട് ചെയ്യാവുന്ന വിധത്തിൽ എല്ലാ വിധവും പ്രവർത്തനവും അദ്ദേഹം നടത്തി. അതിനോടൊപ്പം തന്നെ ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ അവരുടെയും ബന്ധപ്പെട്ടു. അദ്ദേഹത്തിന്റെ സോഴ്സുകളിൽ നിന്ന്, അദ്ദേഹത്തിന്റെ ആൾക്കാരിൽ നിന്ന് അദ്ദേഹം അവിടുത്തെ വിവിധ ന്യായാധിപന്മാരുൾപ്പെടെ ഉള്ളവരുമായിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടുത്തെ പണ്ഡിതരുമായിട്ട് സംസാരിച്ചു. അപ്പൊ അങ്ങനെ വലിയൊരു എഫേർട്ട് ഈ ഒരു കാര്യത്തിൽ എല്ലാ ഭാഗത്തു നിന്നും പോയിട്ടുള്ളത്
ഈ അവസരത്തിൽ ഞാൻ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്ക് വലിയ ഒരു പിന്തുണ ലഭിക്കും എന്ന് തന്നെയാണ് ഇപ്പോഴും അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത്. ഓക്കെ, വളരെ നന്ദി. ശ്രീ ചാണ്ടി ഉമ്മൻ MLA ആണ് നമ്മളോട് പ്രതികരിച്ചിട്ടുള്ളത്. വലിയ